ഇന്നലെ പഞ്ഞി പോലുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് അരിയാണ്, പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് ചോറും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടല്ല മിക്സ് ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസമാണ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ പിറ്റേ ദിവസം ഞാനിതുപോലെ എടുത്ത് നോക്കിയപ്പോൾ നന്നായി മാവൊക്കെ പുളിച്ച് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, നല്ല രീതിക്കൊന്ന് ഇതായി വന്നിട്ടുണ്ട്, പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പാനിലാണ് ഉണ്ടാക്കുന്നത്, വെള്ളയപ്പച്ചട്ടിയിലല്ല. അപ്പോൾ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ അത്യാവശ്യം ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹോൾസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ മൂടി വെക്കേണ്ട. ഈ ഹോൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്